നാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കും പ്രാണമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ പാടുവാനല്ലെങ്കിൽ ആവനിക്കും പ്രാണമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ മുന്നിൽ വായിച്ചുകൊണ്ട് ഇതുപോലെ പെൻഷൻകാർ ഇതുപോലെ ആലപ്പുഴയ്ക്ക് ബോട്ടിൽ പോയി ചോദിച്ചത് അന്നുണ്ടായിരുന്ന പലരും ഇന്നില്ല. എങ്കിലും അന്നുണ്ടായിരുന്ന ലിസിയും ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഈ യാത്ര മുന്നോട്ട് പോകാൻ സഹായിച്ചവർ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. രാവിലെ ഒരു പ്രാർത്ഥനയില്ലാത്തതോടും കൂടി ഒരു യാത്ര കൂടുവാനും അതിൽ നിന്ന് പങ്കെടുക്കാൻ സഹായിച്ച ദൈവത്തെ ആഴ്ച സ്തോത്രം ചെയ്തു. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല, എങ്കിലും ആടാനും അറിയത്തില്ല. എന്നാൽ 2 ലൈൻ മാത്രം ഞാൻ പാടാം. അതെന്തോന്നു അല്ലേ അല്ലേ? ഓ ആയിക്കോട്ടെ സാറേ. പാതിരാമണല്ലേ ടീച്ചറെ? പാതിരാമണല്ലേ? പാതിരാമണല്ലേ? ഓക്കെ സാർ. ആ ഓക്കെ 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 സാർ. അവള് ഫോണും ഇതൊന്നും അധികം വേണ്ട. ഹായ് ഹായ് ഫോട്ടോഗ്രാഫർ അല്ലേ? എല്ലാരും കരിങ്കല്ലാണ്. എനിക്കറിയാം. എന്നാന്നുള്ളത് അറിയത്തില്ല. അവന് വേദനയുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളം നമ്മുടെ ഒരു ഇത് ഞങ്ങളുടെ സാറെന്തിയേ വലിയ ഗൗരവത്തിലിരിക്കുന്നത്. നടുവേനയാണല്ലോ എന്നാ നടുവിന്റെ കാര്യമല്ലേ, അത് അവര് നോക്കിക്കോളൂ. വേദന എല്ലാവർക്കും ഉണ്ട്. എനിക്കാണെങ്കിൽ മഹാതലവേദനയാ.
ഞാനുണ്ടോ നോക്കിയോ ടീച്ചറെ? ഒരു സമയം കണ്ടില്ല. സാറ് ഫോട്ടോ എടുക്കാൻ പോയി കണ്ടില്ല. ചങ്ങക്കൊള്ളുന്ന വർത്തമാനം പറയല്ലേ, കൂടെ കുടുംബം വന്നിട്ടുണ്ട്. എന്താ വിവരം അറിയും. വിവരം അറിയല്ലേ? ഒരു ബോട്ട് യാത്ര നടത്തി കുടുംബക്കലഹം ഉണ്ടാക്കല്ലേ? പക്ഷേ ഇതൊക്കെ ഇതാണ് പണ്ടാറിന് പറഞ്ഞ പോലെ മിണ്ടാതിരിക്കുന്ന മനുഷ്യന്മാർ. അതൊക്കെ കാപ്പി പിടിച്ച് അധികമായിപ്പോയോ? പിന്നെ എന്നാ എന്ന് പറയണ്ട പക്ഷേ കണ്ടോ, അമ്മമാരോട് എന്തെങ്കിലും മിണ്ടാൻ പറഞ്ഞാൽ പിന്നെ അമ്മാൻ്റെ തീർന്നു. അതെ നിന്റെ പേരോ? ആണോ? മിടക്കൻ. സാർ എന്നതിലൊക്കെ പറയുന്നേ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല സാറേ, നമ്മള് പഴയ മണ്ണല്ലേ. അതെ പിന്നെ എല്ലാം ഓടണം സാറേ, ഇനിയും ഓടണം. ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചിരിക്കാൻ ഓർത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ ഡബിൾ ഡക്കർ മാറാം. ഇഷ്ടപ്പെടുന്ന ഇടമറി കേട്ടോ ഇറങ്ങും. ആ പിന്നെ നമ്മുടെ ഇടമറി എവിടുന്ന പിതാക്കന്മാരെയും അമ്മമാരെയും ഒക്കെ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി അപ്പച്ചനെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പച്ചനെ പോലുള്ള മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥര് ഉള്ളത് തന്നെ. അവര് കാണിച്ചു തന്ന മാർഗങ്ങള്, പാതകള്, അവരെ നല്ല നല്ല വാക്കുകള്, പ്രവർത്തനങ്ങള് നമ്മളെ നയിച്ചത് എല്ലാം ഞങ്ങളും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ അപ്പച്ചനോടുകൂടി ഞങ്ങൾ യാത്ര ചെയ്തു എന്നുള്ള ആ വലിയൊരു സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള അപ്പച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത വർഷവും ഇതുപോലെ പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. Yeah.